സങ്കടങ്ങൾ മാറ്റാൻ കാട്ടുമുത്തപ്പനെ സന്തോഷിപ്പിക്കണം. കാട്ടുമുത്തപ്പനെ എങ്ങനെ സന്തോഷിപ്പിക്കും? തീറ്റ കൊടുക്കണം. തിന്നാനുള്ള സാധനങ്ങൾ മൂക്കുള്ള പാറയിൽ കണ്ണടച്ച് സമർപ്പിച്ചാൽ കാട്ടുമുത്തപ്പൻ പ്രത്യക്ഷപ്പെട്ടത് സ്വീകരിക്കും. ഹേ, പ്രത്യക്ഷപ്പെടുമോ? പെടും. അതുകൊണ്ട് നാളെ രാവിലെ മൂക്കുള്ള പാറയിൽ തീറ്റയുമായി വരൂ. വേറെ ആരും അറിയണ്ട. ആളു കൂടിയാൽ കാട്ടുമുത്തപ്പനെ ഇഷ്ടപ്പെടില്ല. ഇറച്ചി ചീഞ്ഞു തുടങ്ങി. അതുകൊണ്ട് വയറുവേദനയ്ക്കുള്ള മരുന്നും ഞാൻ സമർപ്പിക്കുന്നുണ്ട്. സ്ഥലമെത്തി. മൂക്കുള്ള പാറയിൽ കണ്ണടച്ച് വെക്കാനാ പറഞ്ഞത്. കണ്ണുള്ള പാറയിൽ മൂക്കടച്ച് വെക്കാനല്ല. എല്ലാവരും തീറ്റ വെച്ചു ഷേരു. ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് പ്രത്യക്ഷപ്പെടട്ടെ? ഹിഹി. ഞാനും പ്രത്യക്ഷപ്പെടണോ ഒരു കൂട്ടിന്? ഭക്തന്മാരേ. കാട്ടുമുത്തപ്പനാണോ? അതെ, ഞാനാ കാട്ടുമുത്തപ്പൻ. നിങ്ങൾ കൊണ്ടുവന്ന ഈ തീറ്റയൊക്കെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം. കാട്ടുമുത്തപ്പ, ഒരു മിനിറ്റ്. ആഹാ, എന്നിട്ട് എൻ്റെ കോന്ത്രമ്പല്ല് മാറിയില്ലല്ലോ. പല്ല് ശരിയാക്കാനല്ലേ ഞാൻ അത്രയും പ്രാർത്ഥിച്ചത്. എന്നിട്ട് പിന്നെയും തിന്നാൻ വന്നിരിക്കുന്നു. കാട്ടുമുത്തപ്പനായാലും ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ രണ്ട് കൊണ്ടാലേ കാട്ടുമുത്തപ്പൻ പഠിക്കൂ. സൂത്രാ. കാട്ടുമുത്തപ്പൻ. വേഷം കെട്ടുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ പേര് കളയരുത്.